ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് ഈ സമയം ഒരു അബൻഡൻസ് വരുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. ഒരു പുതിയ പ്രോജക്റ്റൊക്കെ നിങ്ങൾ തുടങ്ങി അത് വളരെ വലിയൊരു സക്സസ്സിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ വീടോ വാഹനമോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ വാങ്ങാനായിട്ട് പ്ലാൻ ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്ഥലത്തിന് വേണ്ടിയുള്ളൊരു അഡ്വാൻസ് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിലുള്ളത്. എന്തായാലും ഗുഡ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീടോ വാഹനമോ അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൽ പുതിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് പൈസ വരുന്നു എന്നുള്ളതാണ്. അതായത് പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ നിങ്ങൾ തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ അത് നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് ലാഭം കിട്ടാൻ തുടങ്ങുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളെ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തോ ഒരു കാര്യം ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ, പണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു കാര്യം എവിടെ നിന്നൊക്കെയോ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പൈസയൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഒന്നിലധികം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പൈസ വരുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ ഈ ഒരു സമയം നിങ്ങൾക്ക് പൈസ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം പൈസയ്ക്ക് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്ന ചില ആളുകളുടെ എനർജിയാണ് ഇതിൽ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധിയുടെ ഒരു സമയമാണെന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതായത് നിങ്ങൾക്കറിയാം എനിക്കിനി തോറ്റുപോകാൻ സമയമില്ല, ജയിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ജയിച്ചിരിക്കും എന്ന്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജയം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആഘോഷിക്കാൻ
പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ ആരും കൊണ്ടുതരുന്നതല്ല, നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയുടെ ഫലം നിങ്ങളിലേക്ക് ഈ ഒരു സമയം എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആശ്വാസം ലഭിക്കുന്നതിനുള്ള ആ ഒരു പണം അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ സഹായം ഇവിടെ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയാവാം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ സഹായമായിരിക്കാം ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയേണ്ട ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് സംശയം മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്, അതായത് ഇത് ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉത്തരം എന്താണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം കറക്റ്റാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അന്ന് സംഭവിച്ചത് അങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഈ ഒരു സമയം കിട്ടുന്നുണ്ട്. അതുപോലെ ചില അഡിക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ആ ഒരു അഡിക്ഷൻസിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ്, ചില ആൾക്കാർക്ക് അത് ഉപേക്ഷിക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. മാത്രമല്ല ഇപ്പോൾ കുറേ വേണ്ടാത്ത ഹാബിറ്റൊക്കെയുള്ള ആളുകൾ അതൊക്കെ ഒന്ന് മാറ്റിക്കളയണം എന്നും ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അതായത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ടാകാം. അതിൽ ചില കാര്യങ്ങളെ പറ്റി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവാം, എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരേ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ടാവാം. കുറേ ചോയ്സസ് നിങ്ങളുടെ മുന്നിലുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ ഒന്ന് ചെയ്തേക്കാം എന്നൊക്കെ തോന്നാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾക്കും പൊതുവെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് നെഗറ്റീവ് ചിന്തയിലിരിക്കണം എന്നല്ല, നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ച് അതിനൊരു വ്യക്തത വരുത്തിയതിന് ശേഷം നിങ്ങളത് ചെയ്യാൻ തുടങ്ങണം എന്നാണ്. പിന്നെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗ്യം പോലുള്ള ആ ഒരു കാര്യം അത് ഈ സമയം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു സർപ്രൈസായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിരിക്കാം. ചില ആൾക്കാർക്കിത് നിങ്ങൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. എല്ലാവർക്കുമല്ല, കാരണം ഇതൊരു മിന്നലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമുള്ളൊരു കാര്യം അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ കുറേ സ്റ്റെബിലിറ്റി കിട്ടുമെന്നുള്ളതാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വഴി അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ സ്റ്റക്കായി പോയ ചില ആളുകളുടെ ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ചില അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റൂല. അപ്പോൾ ഇതിൽ അത്തരത്തിൽ സ്റ്റക്കായിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും എന്നാണ്. നിങ്ങൾക്ക് എന്തൊക്കെ വിചാരിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്രാവലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് പൈസ തരാനുള്ള ആ ഒരു കാര്യം അതിപ്പോൾ പെൻഡിങ്ങിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നും കാണുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ ആ ഒരു പവർ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്.
മാത്രമല്ല ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് വളരെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ്. ഈ സമയത്തെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അതായത് വളരെ സ്പീഡിൽ ഉള്ളൊരു എനർജിയാണ്, ഒരു യങ് എനർജിയാണ്. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു സമയം ഇരിക്കും എന്നാണ് കാണുന്നത്. മാത്രമല്ല ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയം കുറച്ച് ചലഞ്ചസ് ഒക്കെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തവണ കൂടി ഒന്ന് ആലോചിക്കുക. അതായത് നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കരുത്. നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം ശരിയാണോ എന്നുകൂടി നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചിന്തിക്കുക. എടുത്തു ചാടി ഒരു കാര്യവും ഈ സമയം നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നൊരു മെസ്സേജും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ ദ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അപ്പോൾ നമ്മൾ വിതച്ചത് കൊയ്യും എന്നുള്ള ആ ഒരു സമയമാണ് ഇത്. നമ്മൾ എന്താണോ ചെയ്തത് ആ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു എന്നാണ്. എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ്. അപ്പോൾ ഭാഗ്യവും പിന്നെ ദൈവാധീനവും ഒക്കെയുള്ളൊരു സമയമാണ് ഇത്. എന്തു പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അതിൽ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പുറത്തു പോകാൻ പറ്റുന്ന ഒരു എനർജി കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയം ലക്കുണ്ട്, നിങ്ങളുടെ ഭാഗത്താണ് ലക്ക്. അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒന്നിരിക്കാനൊക്കെ തോന്നും. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും മൃഗങ്ങളോടൊപ്പമൊക്കെ ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ പുതിയ പെറ്റ്സിനെയൊക്കെ ചിലപ്പോൾ വാങ്ങിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അത്തരത്തിലൊരു എനർജിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ പെറ്റ്സിന് തീറ്റയൊക്കെ കൊടുത്ത് അവരോടൊപ്പം ഇരിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഫ്രീഡത്തിലേക്ക് വേറെ ആരോ കെയർ ചെയ്ത പോലത്തേക്ക് ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. അതായത് ഇതിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം. അപ്പോൾ അവരൊക്കെ നിങ്ങളുടെ ആ ഒരു ഫ്രീഡത്തിലേക്ക് കയറുന്നത് പോലെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വയ്ക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ചൊന്ന് ഇറിറ്റേറ്റഡ് ആകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന സമയത്തും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനും ചില ആളുകൾ വരും എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഒരു ചീറ്റിംഗ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ചില ആളുകൾക്ക്. അതായത് നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പുറത്തുനിന്നും ആരെങ്കിലും നിങ്ങളോട് സൗഹൃദം കൂടാൻ വന്നാൽ ഈ ഒരു സമയം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ആ ഒരു രഹസ്യങ്ങളൊന്നും തന്നെ ആരോടും ഈ സമയത്ത് നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങളുടെ പ്ലാനിങ്ങുകൾ ഒന്നും തന്നെ നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു കാര്യവും ഈ ഒരു സമയം ആരോടും പറയാതിരിക്കുക. കാരണം അങ്ങനെ നമ്മൾ പറയുമ്പോൾ അത് ചിലപ്പോൾ നടക്കണമെന്നില്ല. കുറച്ച് ആൾക്കാരോട് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും എനർജി ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻ നമ്മുടെ ഭാഗ്യത്തെ ബാധിക്കും എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളോട് മത്സരബുദ്ധിയോടെ ചില വ്യക്തികൾ പെരുമാറുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ നിങ്ങളെ കാണുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഈ ഒരു സമയം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്
ഇതിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കുറേ ഓബ്സ്റ്റക്കിൾസ് ഒക്കെ വന്നാലും നിങ്ങളോട് മത്സരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തടസ്സം നിൽക്കാൻ കുറേയധികം ആളുകൾ വന്നാലും, ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകണ്ട എന്നൊക്കെ വിചാരിക്കുന്ന, നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് എന്താണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഈ സമയം നിങ്ങൾക്ക് വളരെ ബ്രേവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഇപ്പോൾ കുറേയധികം തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് മുന്നിൽ ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മടിയുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ തടസ്സമുണ്ടാകാം. അപ്പോൾ നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാതെ വരിക, ശാരീരിക അസ്വസ്ഥതകൾ വരിക, ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ ബ്ലോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ക്ലെൻസിങ് നന്നായിട്ട് ചെയ്യുക. പ്രത്യേകിച്ചും സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഫിസിക്കൽ ബോഡി നമ്മൾ സ്പിരിച്വൽ ആകുമ്പോഴും നമ്മുടെ ബോഡി ഇങ്ങനെ ലൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഓറയിൽ വരും. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വലിയ തടസ്സങ്ങൾ എന്തു വന്നാലും അത് നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്കുള്ളത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ വീണ്ടും ഒരു കൺഫ്യൂഷനാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതായത് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ്. ഇതിൽ നിങ്ങളുടെ ആങ്സിസ്റ്റേഴ്സിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാവാം. ഒന്നുകിൽ അവരുപയോഗിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുന്നതുമാകാം. ചിലപ്പോൾ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മകൾ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിരിക്കാം. അപ്പോൾ പാസ്റ്റിൽ മൺമറഞ്ഞു പോയ നിങ്ങളുടെ ആങ്സിസ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും ബ്ലെസ്സിങ്സും ഒക്കെ ഈ ഒരു സമയം കിട്ടുന്നു എന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്കിവിടെ കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ആരിൽ നിന്നോ ഒരു സഹായം ലഭിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ആരോ ഒരു ഗിഫ്റ്റ് നൽകുന്നുണ്ട്. അത് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നുമാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തത് അവർ ചിലപ്പോൾ അത് തിരിച്ചു തരുന്നതുമാവാം. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പണം നൽകി സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളിലേക്ക് ആ ഒരു പണം വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരും എന്നും കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാവാം, നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാവാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അത് ചിലപ്പോൾ പൈസയായിട്ടാകാം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഗിഫ്റ്റ് ഈ ഒരു സമയം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നാണ് കാണുന്നത്. കുറേ ആൾക്കാർക്കും അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു സമയം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കൂടുതലായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊന്നും മറ്റുള്ളവർ അംഗീകരിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യം മറ്റുള്ളവർ അംഗീകരിക്കുകയും നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ആ ഒരു ഫലം അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും
എന്നാണ്. നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ്. ഇതിൽ ചിലർ നിങ്ങളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ കൈപ്പറ്റുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ ഒരുപാട് സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഒന്ന് ഉറങ്ങണം, ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക, നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക, അതുപോലെ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാക്കുക. പിന്നെ നിങ്ങളിലുള്ള ആ ഒരു ഭയവും പേടിയും എല്ലാം നിങ്ങളൊന്ന് മാറ്റിക്കളയുക. അതുപോലെ ഈ സമയം കുറേ ആളുകളും നിങ്ങളിലേക്ക് മാത്രം ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന ഒരു എനർജിയിലാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആളുകൾ വരുന്ന ഒരു സമയമാണ്. അത് നിങ്ങളുടെ ജോലിയിലായിരിക്കാം, നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി തരാനായിട്ട്, നിങ്ങളെ അത് പഠിപ്പിച്ച് തരാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ദൈവം ആൾക്കാരെ നിയോഗിക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ അതൊരു ഗൈഡൻസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിലൂടെ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ്. മാത്രമല്ല ഇതിൽ ചില ആളുകൾക്ക് ഇപ്പോൾ ഒന്നിലധികം ആളുകൾ ചെയ്യേണ്ട ജോലി ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് നിങ്ങളിവിടെ പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. മാത്രമല്ല ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന ചില അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് ഇവിടെ രൂപം കൊടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങളിവിടെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ എന്തൊക്കെ തരത്തിൽ ഇപ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്താൽ പോലും നിങ്ങൾക്കത് ഏൽക്കില്ല. കാരണം ഈ ഒരു സമയം നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നും, അതുപോലെ മറ്റാർക്കും നിങ്ങളെ ഒരുപാട് ഉപദ്രവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. കാരണം ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത്രയും ഷാർപ്പേണാണ് നിങ്ങളുടെ ചിന്തകൾ. അങ്ങനെയുള്ള നിങ്ങൾ നെഗറ്റീവായിട്ടിരുന്നാൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ ഇരുന്നാൽ നെഗറ്റീവ് എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ എത്ര മോശമാണെങ്കിൽ പോലും അതൊന്നും കണക്കാക്കേണ്ട. നിങ്ങളുടെ ആ ഒരു തോട്ട്സ് ഒന്ന് നിങ്ങൾ പോസിറ്റീവാക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ തോൽപ്പിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അത് നിങ്ങളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവാം. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.